ഇപ്പോൾ മനീഷ്, ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത എന്നുള്ള ഏറ്റവും പുതിയ വിവരം വരുന്നു. ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മറുപടികളിൽ വൈരുദ്ധ്യം എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പരിശോധനയുടെ വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിന് സമാന്തരമായി സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുന്നു എന്നതാണ്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ ഇപ്പോൾ ഫയലുകൾ പരിശോധിക്കുന്നു. ഇന്ന് ഉച്ചയോടെയാണ് സംഘം സന്നിധാനത്തെത്തിയതെന്ന് വിവരം കൂടി വരുന്നു. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണോ സന്നിധാനത്ത്? അതെ ഉന്മേഷ, ഈ അന്വേഷണ സംഘം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ കടുപ്പിക്കുകയാണ്. സന്നിധാനത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ നിലവിൽ SIT സംഘത്തിന്റെ പരിശോധനയുണ്ടെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷമാണ് SIT സംഘം പമ്പയിൽ നിന്ന് മല കയറി സന്നിധാനത്തെത്തിയത്. എന്തായാലും വിശദമായൊരു പരിശോധന പത്തനംതിട്ട കേന്ദ്രീകരിച്ച് സന്നിധാനം കേന്ദ്രീകരിച്ച അന്വേഷണ സംഘം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നു, പിന്നാലെ സന്നിധാനത്തെത്തി വീണ്ടും ഫയലുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു. അങ്ങനെ വിശദമായ അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഈ കോടതിയിൽ ഉൾപ്പെടെ റിപ്പോർട്ട് നൽകേണ്ട സമയപരിധി അടുത്തു വരികയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ വാരാന്ത്യ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനുള്ള പരിധിയിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ SIT സംഘത്തിന്റെ ഒരു ടീമാണ് സന്നിധാനത്തേക്ക് ഉച്ചയോടുകൂടി എത്തുന്നത്. ആ സംഘം ഇപ്പോഴും സന്നിധാനത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ ഈ ഫയലുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പേരൂർക്കടയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത നിലവിൽ തള്ളിക്കളയാനാകില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏതെങ്കിലും ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്താൽ, അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഹാജരാക്കേണ്ട കോടതി റാന്നി മജിസ്ട്രേറ്റ് കോടതിയാണ്. സ്വാഭാവികമായും മെഡിക്കൽ ഉൾപ്പെടെ എടുക്കേണ്ടത് ഈ റാന്നി കോടതിയുടെ പരിധിയിലുള്ള ആശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അറസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അന്വേഷണ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് പത്തനംതിട്ട ജില്ലയിലേക്ക് വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.